എല്ലാവർക്കും നമസ്കാരം. 2025 പുതുവർഷ ഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. പുതിയ വർഷം തുടങ്ങാൻ പോകുമ്പോൾ എല്ലാവർക്കും ആ ഒരു വർഷത്തിനുള്ളിൽ നിറവേറ്റാൻ പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാകും. വിദ്യാർത്ഥികൾ നന്നായി പഠിക്കാനും പരീക്ഷകളിൽ വിജയം നേടാനും ശ്രമിക്കുമ്പോൾ പഠനം കഴിഞ്ഞവർ നല്ല ജോലിയിൽ പ്രവേശിക്കാനും ജോലിയിലുള്ളവർ കുറച്ചുകൂടി മെച്ചപ്പെട്ട ജോലിക്കായോ അല്ലെങ്കിൽ വിദേശത്ത് പോകാനായിരിക്കും ശ്രമിക്കുക. അതുപോലെ സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർ അതിനെ വിപുലീകരിക്കാനോ അല്ലെങ്കിൽ പുതിയ തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കാനോ ശ്രമിക്കുന്നതാണ്. ഇതുപോലെ ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിലുള്ള ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാകും. പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ ചിലർക്ക് ഉടനെ സാധിക്കുകയും ചിലർക്ക് അതിനുവേണ്ടി കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരുന്നതുമാണ്. അതൊക്കെ അവരവരുടെ ജാതക രീതിയിലുള്ള ദശ അപഹാരങ്ങളെയും ചാരവശാൽ നടക്കുന്ന ഗ്രഹമാറ്റങ്ങളെയും അപേക്ഷിച്ചായിരിക്കും തീരുമാനിക്കപ്പെടുന്നത്. ഗ്രഹമാറ്റങ്ങളെന്ന് പറയുമ്പോൾ വർഷഗ്രഹങ്ങളായ വ്യാഴം, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രധാനമായും വർഷഫലങ്ങൾ പറയുന്നത്. ഈ പറഞ്ഞ 4 ഗ്രഹങ്ങളും 2025 രാശി മാറുന്നുണ്ട്. അതായത് മാർച്ച് മാസം ശനിയും മെയ് മാസത്തിൽ വ്യാഴവും രാഹുകേതുക്കളും രാശി മാറുന്നതാണ്. ഈ മാറ്റങ്ങളൊക്കെ ചില കൂറുകാർക്ക് അനുകൂല ഫലങ്ങളെയും ചില കൂറുകാർക്ക് പ്രതികൂല ഫലങ്ങളെയുമാണ് നൽകാൻ പോകുന്നത്. ഒരുപക്ഷെ ഗ്രഹനിലകൾ അനുകൂലമല്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ ഏത് പ്രതികൂല സാഹചര്യത്തെയും നേരിടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ചിങ്ങക്കൂറിൽ ജനിച്ചവർക്ക് വർഷം തുടങ്ങുമ്പോൾ ശനി, രാഹു, കേതു, വ്യാഴം ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുകൂലമല്ലെന്ന് മാത്രമല്ല, മാർച്ച് മാസം 29-ാം തീയതി മുതൽ അഷ്ടമശനി കാലവും തുടങ്ങുന്നതിനാൽ എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങളും താമസവും ഉണ്ടാകും. വിദ്യാർത്ഥികൾ പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്നവർ, ഇപ്പോൾ ജോലിയിലുള്ളവർ തുടങ്ങി എല്ലാവർക്കും ഏതെങ്കിലും ഒരു തരത്തിൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന സമയമാണിത്. പല പ്രതികൂല ഫലങ്ങളും വരാൻ സാധ്യത ഉണ്ടെങ്കിലും എല്ലാ ചിങ്ങക്കൂറുകാർക്കും ദോഷഫലങ്ങൾ ഉണ്ടാവുകയില്ല. ജാതകത്തിൽ ശനി ബലവാനായി അനുകൂല ഭാവത്തിൽ നിൽക്കുകയും അനുകൂലമായ ദശാപഹാരങ്ങൾ നടക്കുന്നവർക്ക് ദോഷഫലങ്ങളിൽ കുറവുണ്ടാകും. ഈ കാലയളവിൽ ആത്മീയപരമായ കാര്യങ്ങൾക്കായി കൂടുതൽ സമയം ചെലവഴിച്ചാൽ നെഗറ്റീവായുള്ള ചിന്തകൾ കുറയുകയും പോസിറ്റീവായ ചിന്തകൾ അധികരിക്കുന്നതുമാണ്. 2025 മെയ് മാസത്തിൽ വ്യാഴം ധനുക്കൂറിലേക്ക് മാറിയതിനു ശേഷം അഷ്ടമശനിയുടെ കാഠിന്യം കുറയുന്നതാണ്. കുടുംബത്തിൽ സന്തോഷം, ഐക്യം, സ്നേഹം എന്നിവ വന്നു ചേരും. വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹം നടക്കും. വിവാഹബന്ധത്തിൽ സ്നേഹവും ഐക്യവും വർദ്ധിക്കും. ഗൃഹോപകരണ സാധനങ്ങളും ആഡംബര വസ്തുക്കളും വാങ്ങാൻ യോഗമുണ്ടാകും. ജോലിയിൽ പുരോഗതി, സ്ഥാനക്കയറ്റം, പ്രൊമോഷൻ എന്നിവയും പ്രതീക്ഷിക്കാം. സന്താനങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസവും വിജയകരമായ ജീവിതവും ലഭിക്കും. മാത്രമല്ല 11-ാം ഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുമ്പോൾ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വസ്തുക്കൾ തിരികെ ലഭിക്കാനും നഷ്ടപ്പെട്ട അവസരങ്ങൾ വീണ്ടും ലഭിക്കാനും സാധ്യതയുള്ള സമയമാണിത്. ധനം സമ്പാദിക്കാനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും ഭൂമി, വസ്തു തുടങ്ങിയവ വാങ്ങാനോ യോഗമുള്ള കാലമാണിത്. സ്വർണം, ആഭരണങ്ങൾ, വെളിയേറിയ വസ്തുക്കൾ എന്നിവ വാങ്ങുവാനും യോഗമുണ്ടാകും. വിദേശയാത്ര സാധ്യമാകും. അവിവാഹിതർക്ക് വിവാഹയോഗമുണ്ടാകും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും ബഹുമാനവും വന്നു ചേരും. മെയ് മാസത്തിലെ രാഹുകേതു മാറ്റത്തിന് ശേഷം ബന്ധങ്ങളിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ വിട്ടൊഴിയും. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും അനുകൂലമായ സമയമാണിത്. ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി ജോലി ലഭിക്കും. പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങുവാൻ യോഗമുണ്ടാകും. മൊത്തത്തിൽ നോക്കുമ്പോൾ അഷ്ടമശനി കാലമാണെങ്കിലും വ്യാഴം അനുകൂലമായി സഞ്ചരിക്കുന്നതിനാൽ നിരവധി അനുകൂല ഫലങ്ങളും ഈ വർഷം ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിങ്ങക്കൂറിൽ ജനിച്ചവരുടെ 2025 വർഷഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.